CMR എക്സാലോജി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ SFIO പ്രതി ചേർത്തത് രാഷ്ട്രീയ ആയുധമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷം. പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം കടുപ്പിക്കുകയാണ് UDF. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മണ്ഡലം തലത്തിൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കും. അതേസമയം കേസിൽ അന്വേഷിക്കാൻ ഒന്നുമില്ല എന്ന് 4 കോടതികൾ വ്യക്തമാക്കിയതാണെന്നും ഇപ്പോഴത്തെ അന്വേഷണത്തിലെ രാഷ്ട്രീയം വ്യക്തമാണെന്നും CPM നേതാക്കൾ പ്രതികരിച്ചു. തിരുവനന്തപുരത്ത് അനന്തകൃഷ്ണനും മധുരയിൽ നിന്ന് കണ്ടെന്നായിരുന്നു നമുക്കൊപ്പം ചേരുന്നു. ആദ്യം അനന്തകൃഷ്ണനിലേക്ക്. അനന്തൻ, ഗുഡ് മോർണിംഗ്. ഇന്ന് കോൺഗ്രസ് ഏതൊക്കെ തരത്തിലാണ് പ്രതിഷേധിക്കുന്നത്? കോലം കത്തിക്കൽ അടക്കമുള്ള പ്രതിഷേധ പ്രവർത്തനങ്ങൾ പല സ്ഥലത്തും അരങ്ങേറുകയാണല്ലോ. വിശദാംശങ്ങൾ എന്താണ്? മോത്തി, അപ്രതീക്ഷിതമായി കിട്ടിയ രാഷ്ട്രീയ വജ്രായുധമാണ് SFIO കേസ് പ്രതിപക്ഷത്തെ സംബന്ധിച്ച്. അത് ആ വാർത്ത വന്ന മാത്രയിൽ തന്നെ പ്രതിപക്ഷം തെരുവിൽ ഇറങ്ങുകയും ചെയ്തു പ്രതിഷേധവുമായി. അതിൻ്റെ തുടർ പ്രതിഷേധങ്ങൾ ഇന്നും ഉണ്ടാകും. മണ്ഡലാടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കുന്ന നടപടികളിലേക്കാണ് ഇന്ന് പോകുന്നത്. ഇതിനൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ശക്തമാക്കാനുള്ള നീക്കവും പ്രതിപക്ഷം നടക്കുന്നുണ്ട്. ഇതിനിടയിൽ ഇനി ഏറ്റവും ശ്രദ്ധേയമായ ചോദ്യം SFIOയുടെ അടുത്ത നീക്കം എന്താണ് എന്നുള്ളതാണ്. പ്രോസിക്യൂഷൻ അനുമതി കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞു. ഇനി നിലവിൽ അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ അടക്കം പ്രതി ചേർക്കപ്പെട്ട ആ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. അത് എപ്പോൾ സംഭവിക്കും? അടുത്ത ദിവസങ്ങളിൽ തന്നെ കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് SFIOയിൽ നിന്നുള്ള വിവരം ലഭിക്കുന്നത്. അത് ഇന്നോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലോ കൊച്ചിയിലോ ചെന്നൈയിലോ ഉള്ള കോടതിയിലായിരിക്കും, പ്രത്യേക കോടതിയിലായിരിക്കും സമർപ്പിക്കുക. അങ്ങനെ വരുമ്പോൾ സാധാരണ SFIOയുടെ നടപടിക്രമം അനുസരിച്ച് സെക്ഷൻ 447 അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കഴിഞ്ഞാൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്കാണ് പോകുന്നത്. സാധാരണ ഇത്തരം കേസുകളിൽ SFIOയ്ക്ക് അറസ്റ്റിന് നിയമ നടപടികളുമില്ല. പക്ഷേ ഇവിടെ കേരള മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനാണ് ഇതിൽ പ്രധാന പ്രതിസ്ഥാനത്ത്, അല്ലെങ്കിൽ ഈ പ്രതിപട്ടികയിലുള്ള പ്രധാനപ്പെട്ട വ്യക്തി. അതുകൊണ്ട് തന്നെ SFIO ഒരു അറസ്റ്റിൽ നടപടികൾക്ക് മുതിരുമോ എന്നുള്ള ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. ഒരു പക്ഷേ രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാകും അത്തരം നടപടികളിലേക്ക് കടക്കുക. അങ്ങനെ ഉണ്ടായാൽ അത് CPMന് രാഷ്ട്രീയമായി വലിയ പ്രതിരോധം ഉയർത്തേണ്ടി വരും. മോത്തി, ശരി അനന്തൻ.